ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഒരു മേക്കിംഗ് വീഡിയോ ആണ്. അതായത് നമ്മൾ ഇന്നൊരു കുട്ടി ഡ്രസ്സാണ് മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു കുഞ്ഞു പീസ് തുണിയാണ്. നമുക്കൊരു ടർക്കിയുടെ അത്രയുള്ളൊരു തുണി മതി. അതേപോലെ തന്നെ ഇതേപോലെ ഒരു കുട്ടി പാൻറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4 അല്ല, നമ്മൾ ഫുൾ പാൻറ്റാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട നമ്മുടെ സൂചിയും നൂലും. നമ്മൾ തയ്യൽ മെഷീൻ്റെ യാതൊരുവിധ പരിപാടികളും ചെയ്യുന്നില്ല, ഈ ഒരു സൂചിയും നൂലും മാത്രം. അതേപോലെ തന്നെ ഈ നീളത്തിൽ കാണുന്ന ഒരു കുഞ്ഞു പീസ് തുണിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മളൊരു സ്കേർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്കേർട്ടിന് വേണ്ടിയാണ് നമ്മളിത് ഈ ഒരു ഇത്രയും പീസ് ഓഫ് തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ അതിനെ രണ്ടായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കുക. രണ്ടായിട്ട് മടക്കിയെടുത്തതിന് ശേഷം ഈ അറ്റ ഭാഗത്തു നിന്നും കൃത്യം നടുക്ക് വശത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ കോണായിട്ട് മടക്കുക. അപ്പോൾ രണ്ട് വശത്തു നിന്നും അതിൻ്റെ അറ്റ ഭാഗം പിടിച്ചിട്ട് ഈ നടുക്കോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ കോണായിട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്കേർട്ടിന് വേണ്ടിയുള്ള മടക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് വെറും ഒരു 2 മിനിറ്റിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുശേഷം ഇനി അടുത്ത് നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ നമ്മുടെ ആ ഒരു അരഭാഗം വരുന്നിടത്താണ് നമ്മൾ ആ ഒരു മുകളിൽ കോൺ പോലെ നിൽക്കുന്ന ആ ഭാഗത്താണ് അരഭാഗം. മറ്റേത് യൂഷ്വലി നമ്മുടെ താഴോട്ടുള്ള സ്കേർട്ടിൻ്റെ താഴ്ഭാഗമാണ്. അപ്പോൾ നമുക്ക് ആ താഴത്തെ ഭാഗത്തു നിന്ന്, അതായത് ആ സ്കേർട്ടിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തു നിന്ന് ഏത് ഷേപ്പ് വേണം, ഫ്ലവർ ഷേപ്പ് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ റാ പോലെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു ഒറ്റ റായയിൽ ഒരു പാതി സർക്കിൾ വരുന്ന രീതിയിലാണ് അതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതി ആ പാവാടയുടെ താഴ്വശത്ത് ഏത് ടൈപ്പിൽ കിടക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു സർക്കിൾ, ഹാഫ് സർക്കിൾ രൂപത്തിൽ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് താഴത്തെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു അറ്റഭാഗത്ത് വരുന്ന കോൺ ഷേപ്പിൻ്റെ അവിടെയാണ് നമ്മുടെ ആ അരഭാഗം, നമ്മൾ ആ പാവാട കയറ്റിയിടുന്ന ഭാഗം. അപ്പോൾ നമുക്ക് എത്രയാണോ അരഭാഗത്തിന് വണ്ണം വേണ്ടത് അതനുസരിച്ച് മുകൾ ഭാഗത്ത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം എനിക്ക് മതി. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കട്ടിങ് ഒന്നുമില്ല. അതിനുശേഷം നമ്മൾ നൂത്തെടുക്കുക. നൂത്തെടുത്തതിന് ശേഷം ആ വീഡിയോയിൽ കാണുന്ന പോലെ നടുക്ക് പിടിച്ചിട്ട്, രണ്ട് ഭാഗത്തെ നടുക്ക് പിടിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു പാടുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അടിപൊളി സ്കേർട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കേർട്ടിൻ്റെ ആ അരഭാഗത്ത് ഒരു വീതിക്കൊരു ലെയർ പോലെ നമുക്ക് കൊടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ നേരത്തെ ഒരു നീളത്തിലൊരു പീസ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പീസ് നമുക്ക് ആ നാട ഇടാൻ വേണ്ടിയില്ല, നാട അല്ലെങ്കിൽ ഹുക്ക് വേണമെങ്കിൽ ഹുക്ക് കൊടുക്കാൻ നമ്മുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെക്കുക. അതിനുവേണ്ടി നമ്മൾ വേണ്ട ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ആ നീളത്തിലെ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഒറ്റ നൂലിൽ തയ്ച്ചെടുത്ത് പോയാൽ മതി. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ പുറവശത്ത് അതിൻ്റെ പാടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. വൃത്തികേടോ നമ്മൾ കൈത്തയ്യൽ തയ്ക്കുന്നതിൻ്റെ യാതൊരു വൃത്തികേടും വരത്തില്ല, ഒരു കുഴപ്പമില്ല. ജസ്റ്റ് വേണ്ട വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു തുണി നമ്മുടെ ആ കട്ട് ചെയ്ത ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതി. എളുപ്പത്തിന് വേണ്ടി നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയായി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് നാട ഇടാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കടമ്പ എന്ന് പറയുന്നത് ഈ കൈത്തയ്യലായതുകൊണ്ട് കുറച്ച് മെനക്കേടാണ്. നമ്മൾ മെഷീനിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഞൊടി ഇടിയിൽ നമുക്ക് ഈ ഒരു സ്കേർട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇതേണ്ട നമ്മുടെ നാട ഇടുന്ന ഭാഗം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇടയിലൊരു ഗ്യാപ്പൊക്കെ വിട്ടിട്ടുണ്ട്. എന്നാലല്ലേ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മുറുക്കിയെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ട്. ഇനി അടിഭാഗത്ത് ആ ഒരു ഭാഗം ഒന്ന് മടക്കി തയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഒരൊറ്റ അതിൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെ ഒറ്റ മടക്കിൽ ജസ്റ്റ് ഒരു ഒറ്റ നൂലെടുത്തിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞ് സ്കേർട്ട് തയ്ച്ചെടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവായത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഒറ്റത്തയ്യലാണെങ്കിലും ആ ഒരു കുറച്ചും കൂടി ഇങ്ങനെ ലെങ്തി ആയിട്ട് കുറച്ച് വീതിയിൽ കിടക്കുമല്ലേ താഴ്ഭാഗം. അപ്പോൾ കുറച്ച് നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ ഒറ്റത്തയ്യലായാലും നമ്മളത് തയ്ച്ചെടുക്കുമ്പോൾ കുറച്ച് നീളത്തിലുണ്ടായതുകൊണ്ട് ഒരു ഇച്ചിരി സമയം അവിടെ വേണ്ടി വന്നു. അപ്പോൾ അത് മാത്രമാണ് ഇച്ചിരി സമയമായ ഒരു ഭാഗമെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളായിരുന്നു. അപ്പോൾ ഇതോടുകൂടി തയ്ച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയവർക്കാണെങ്കിൽ അതിനനുസരിച്ച് തുണി എടുത്തിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ സ്കേർട്ടിൻ്റെ കൂടെ ഇടാനൊരു കുഞ്ഞു ടോപ്പ് വേണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ അറിയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പാൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് നെക്ക് ഭാഗം വരാൻ വേണ്ടിയിട്ട് ആ പാൻറ്റിൻ്റെ നടുക്ക് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ ഷേപ്പിൽ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ആ ഭാഗം ഒന്ന് മടക്കി തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ
ടോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഇട്ടിട്ട് വരുന്ന ആളെ കാണാം. അപ്പോൾ ഇതേട്ടെ നമുക്ക് പുത്രി ഇല്ലാത്തതിനാൽ നമ്മുടെ പുത്രനെ വെച്ചുകൊണ്ടാണ് നമ്മളിത് ഈ ഒരു സ്കേർട്ടും ഉടുപ്പും നമ്മൾ ഡെമോ കാണിക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്. ദേവൻ അത് ഇട്ടപ്പോഴത്തേക്കിന് ഇച്ചിരി കാണാൻ തന്നെ നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെ പെൺകുഞ്ഞുങ്ങൾക്കൊക്കെ ഇതേപോലത്തെ സ്കേർട്ടും ടോപ്പും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദേവമോനെ ഞങ്ങൾ ദേവമോളാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.